നമസ്കാരം. ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് ചില എണ്ണ തേച്ചുള്ള കുളി ഗുണകരമാണ്. എണ്ണ തേച്ച ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് കൂടുതൽ ഗുണകരം. ധന്വന്തരം തൈലം. ദൈനംദിന പ്രവൃത്തികൾ മൂലം ശരീരത്തിലുണ്ടാകുന്ന നടുവേദന, പേശിവേദന, ശരീരം മുഴുവനായി ഉണ്ടാകുന്ന വേദന എന്നിവയ്ക്ക് ധന്വന്തരം തൈലം ശരീരത്തിൽ പുരട്ടി കുളിക്കുന്നത് നല്ലതാണ്. സ്ത്രീകളിൽ ഗർഭകാലത്തുണ്ടാകുന്ന നടുവേദന, കാലുവേദന, പേശിവേദന എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രസവാനന്തരം ഇത് തേച്ചു കുളിച്ചാൽ ശരീരക്ഷീണം, കാലുകളിലെ ബലക്ഷയം, തളർച്ച എന്നിവയ്ക്ക് ഫലപ്രദമാണ്. നാൽപ്പാമരാതി എണ്ണ, ചൊറി, ചിരങ്ങ് എന്നിവയ്ക്ക് വളരെ ഗുണപ്രദമായ ഒന്നാണിത്. ദിവസവും നാൽപ്പാമരാതി തൈലം മുഖത്തും ശരീരത്തിലും തേച്ച് കുളിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും കരുവാളിപ്പ്, വെയിലേറ്റുണ്ടാകുന്ന കറുത്ത പാടുകൾ എന്നിവ മാറ്റി സ്വാഭാവിക നിറവും മാർദ്ദവവും നൽകും. ലക്ഷാതി എണ്ണ, കുട്ടികളെ കുളിപ്പിക്കാൻ നല്ലൊരു എണ്ണയാണിത്. കുട്ടികൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പനി, ജലദോഷം, ചുമ എന്നിവ ഒഴിവാക്കാൻ ഫലപ്രദമാണിത്. സ്ഥിരമായി തലയിലും ശരീരത്തിലും തേച്ച് കുളിപ്പിക്കുന്നത് നല്ലതാണ്. പിണ്ടതൈലം, ഇത് വാദം മൂലം ഉണ്ടാകുന്ന വേദനയ്ക്ക് വളരെ ഫലപ്രദമാണ്. എന്നാൽ നിത്യവും തേച്ച് കുളിക്കുന്നതും ചർമ്മത്തിന് നല്ലതാണ്. ചർമ്മത്തിന് മൃദുത്വം നൽകുകയും ഉന്മേഷം ലഭിക്കുകയും ചെയ്യും. വരണ്ട ചർമ്മമുള്ളവർക്ക് വളരെ നല്ലതാണിത്. പിണ്ടതൈലം തേച്ച് കുളിക്കുന്നത് ചർമ്മത്തിലെ സ്വാഭാവിക മൃദുത്വം ലഭിക്കുകയും ചർമ്മത്തിന് നല്ല തിളക്കം നൽകുകയും ചെയ്യും. ബാലാശ്വഗന്ധാദി തൈലം, ശരീരം മെലിഞ്ഞവർക്കും ക്ഷീണം, ദീർഘകാലമായിട്ടുള്ള ചുമ, ബലക്കുറവ് എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായ തൈലമാണിത്. ഇത് ദിവസവും ഉപയോഗിക്കുന്നത് ശരീരബലം, പേശിബലം എന്നിവ ലഭിക്കും. മുറിവെണ്ണ, മുറിവുകൾ, ഒടിവ്, ചതവ്, ക്ഷതം എന്നിവയ്ക്ക് വളരെ ഫലപ്രദമാണ് മുറിവെണ്ണ. മുറിവെണ്ണ വീട്ടിൽ എപ്പോഴും ഉള്ളത് വളരെ നല്ലതാണ്. പൊള്ളലുണ്ടായാൽ മുറിവെണ്ണ പുരട്ടുന്നത് വളരെ ഗുണം ചെയ്യും. മുറിവെണ്ണയ്ക്ക് അണുക്കളെ നശിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ തന്നെ ഉണങ്ങാത്ത വ്രണം, പഴകിയ വ്രണങ്ങൾ, മുറിവുകൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണിത്. കൂടാതെ കിടപ്പ് രോഗികൾക്ക് ചർമ്മത്തിലുണ്ടാകുന്ന വ്രണം ഇല്ലാതാക്കാനും ഇത് നല്ലതാണ്. മാത്രമല്ല, ഇത് ഉപയോഗിച്ചാൽ കിടപ്പ് രോഗികൾക്ക് ശരീരത്തിൽ വ്രണം വരാതെ നോക്കാനും സഹായിക്കും. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.